പരിശുദ്ധ മാസത്തിൻ്റെ ആദ്യം തന്നെ സ്വർഗത്തിനുള്ള അബ്വാബുകൾ തുറക്കുന്നതായി. ജഹന്നമിൻ്റെ അബ്വാബുകൾ അടക്കപ്പെടും. ശൈത്താന ചങ്ങലയിൽ പൂട്ടിയിടപ്പെടും. 60 പരം പേരുകൾ ഉണ്ടെന്ന് അത്വാലക്കാനിയും വ്യക്തമായി പറയുന്നു. ഷഹറുൽ ഉമ്മത്തി ഷഹറുൽ ഖിയാം. ഇതുപോലെ മറ്റൊരു നാമമാ ഷഹറുസ്സിയാം. കാലിയത്തിൽ നീ നോക്ക് 1-ാം ഭാഗമിൽ കാണുന്നതാണ് അതിനുള്ള 7-ാം പേജ്. അതിൽ റമളാന്റെ നോമ്പനുഷ്ഠിച്ചു നല്ലൊരു രീതിയിൽ പൊറുക്കപ്പെടും അവൻ ചെയ്തതും മുൻകാലമിൽ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. ഒരു കാരണം കൂടാതെ റമളാൻ മാസമിൽ ഒരു നോമ്പൊഴിച്ചാൽ എത്ര നഷ്ടം ഉണ്ടതിൽ. ഒരു വർഷം നോമ്പ് അനുഷ്ഠിച്ചതിന് നീ പകരമായി അത് തുല്യമല്ലെന്ന ഹദീസിൽ വ്യക്തമായി. ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. തുർമുദിയിലും ഇത് നോക്കിയാൽ കാണുന്നതാ. വസ്സൗമുലി എന്നാണ് റബ്ബ് പറഞ്ഞത്. അതുതന്നെ മതി എന്തു ശ്രേഷ്ഠതയാണ്. റമളാന്റെ എല്ലാ രാവിലും ഇത്ഖുള്ളതാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. റബ്ബോട് ഒരാൾ ചോദിച്ചു റമളാൻ മാസമിൽ എന്നാൽ അവൻ മടങ്ങേണ്ടതില്ല നിരാശയിൽ. ഇത് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. ത്വബറാനി ബൈഹഖി 2 പേരും ഒത്തതാ. നോമ്പുള്ളവൻ ഉറക്കം ഇബാദത്താണ്. മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്. റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫറദിന്റെ ഫലമാ പൊന്നേ. ഫറദൊന്നു ചെയ്താൽ മറ്റു മാസമിൽ 70 ഫരീളത്തും അവൻ ചെയ്ത ഫലമാണുള്ളത്. ഏറ്റുന്നതാണെന്നുണ്ട് റിസ്ഖാ മാസമിൽ പൊറുക്കപ്പെടും നീ നോമ്പ് മുറിപ്പിക്കുന്നതിൽ. നോമ്പിൻ്റെ കൂട്ടര് നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോൾ പരിമണം വീശും. കസ്തൂരിയേക്കാൾ അത്യബാവായിക്കുള്ളത് എന്നും ഹദീസിൽ തന്നെയാ പറയുന്നത്. നിരത്തപ്പെടും അവർക്കൊക്കെയും തീന്മേശകൾ. കൂടാതെ നൽകുന്നുണ്ടവർ കിബിരിക്കുകൾ. പറയപ്പെടും അവരോട് നിങ്ങൾ തിന്നുവിൻ, വിശക്കേണ്ടതാഹിക്കേണ്ടതില്ല കുടിക്കുവിൻ. പരിശുദ്ധ മാസം നാസ് വയറു നിറച്ചതാ. നിങ്ങൾ വിശപ്പ് സഹിച്ച് നോമ്പ് പിടിച്ചതാ. അവരൊക്കെ ഇന്ന് വിശപ്പിനാൽ കരയുന്നതാ. ദാഹിച്ച് തൊണ്ട വരണ്ടതായി പൊരിയുന്നതാ. ക്ലേശങ്ങളൊന്നും ഇന്ന് നിങ്ങൾക്കില്ല. വിശ്രമിക്കുവിൻ നിങ്ങൾക്കൊരല്ലരുമില്ല. അപ്പോൾ അവർ തിന്നും കുടിച്ചും കൊണ്ട് സുഖിക്കുന്നതാണെന്നും ഹദീസിൽ ഉണ്ട്. മറ്റുള്ളവർ കൊല്ലും ഹിസാബിൽ പെട്ടതാ. ദാഹം വിശപ്പും കൊണ്ടവർ കരയുന്നതാ. രക്ഷിക്കണേ നീ അന്തിയാ റഹ്മാനേ. അതിനുള്ള വഴികൾ ഇന്നു നീ താക്കോനേ. റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അത് ഇബ്നു മസ്ഊദ് റിവായത്തുള്ളതാ. അർശിന്റെ കീഴിൽ നിന്ന് റമളാന്റെ അവ്വലിൽ ഒരു കാറ്റ് വീശുന്നുണ്ട് എന്ന ഹദീസ് അതിൽ